ജോസഫിൻ്റെയും ജോണിച്ചിൻ്റെയും ജീവിതം ദൈവവിളിയുടെ വഴികളിലൂടെ ഉള്ള യാത്രയാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. ഇതിൽ അവരുടെ ആത്മീയവും സാമൂഹികവുമായ സേവനങ്ങളെക്കുറിച്ച് പറയുന്നു. ജോസഫിനും ജോണിച്ചിനും വർക്കി റോസ ദമ്പതികളുടെ 4ാമത്തെയും 8ാമത്തെയും മക്കളാണ്. കുടുംബം വലിയതും ആത്മബന്ധം ശക്തവുമാണ്. ജോസഫിൻ്റെ ബാല്യവും പ്രാഥമിക വിദ്യാഭ്യാസവും 1943 മാർച്ച് 18 ഫാദർ ജോസ് തായ്പറമ്പിൽ ജനിച്ചു. കുട്ടിക്കാലത്ത് സ്കൂൾ 7 കിലോമീറ്റർ അകലെ ആയതിനാൽ വർഷങ്ങളോളം കാൽനടയായി പഠിക്കാൻ പോയിരുന്നു. 9ാം ക്ലാസ്സിൽ സ്കൂൾ ലീഡറായി തിരഞ്ഞെടുക്കപ്പെട്ടത് ബാല്യത്തിൽ തന്നെ നേതൃത്വ കഴിവുകൾ തെളിയിക്കാൻ സഹായിച്ചു. 8ാം ക്ലാസ് മുതൽ പ്രസംഗ മത്സരത്തിൽ സ്ഥിരമായി 1ാം സ്ഥാനം നേടി വചനപ്രഘോഷണത്തിനുള്ള പ്രചോദനം വളർത്തി. സൊസൈറ്റി ഓഫ് ജെസ്യൂട്ട്സിൽ പ്രവേശിക്കാൻ അപേക്ഷിച്ചെങ്കിലും മറുപടി വൈകിയതിനാൽ ആദ്യം CMI പ്രീ നൊവേഷ്യറ്റിൽ ചേർന്നു. പിന്നീട് സൊസൈറ്റി ഓഫ് ജെസ്യൂട്ട്സിൻ്റെ ഇൻവിറ്റേഷൻ ലഭിച്ചപ്പോൾ CMI സഭയുടെ ഉപദേശപ്രകാരം 1 വർഷം ആസ്പിരന്റ് ഹൗസിൽ കഴിയുകയും പിന്നീട് കോഴിക്കോട്ട് നൊവീഷ്യേറ്റിൽ പ്രവേശിക്കുകയും ചെയ്തു. ബാല്യകാലം മുതൽ തന്നെ ആത്മീയവും നേതൃത്വ ഗുണങ്ങളും നിറഞ്ഞ ഒരു വ്യക്തിയായി അദ്ദേഹം വളർന്നു. 1975 മെയ് 25 പുരോഹിത അഭിഷേകം ലഭിച്ചു. വൈദിക പരിശീലനം. ജോസഫൻ കൊടൈക്കനാലിൽ നിന്ന് ഫിലോസഫിയിൽ ഗ്രാജുവേഷൻ നേടി. ഗ്രാജുവേഷൻ ഇൻ കൊമേഴ്സ് SB കോളേജ് ചങ്ങനാശ്ശേരിയിൽ നിന്നും തിയോളജിയിൽ ബിരുദം പൂനെയിലെ പേപ്പൽ സെമിനാരിയിൽ നിന്നും നേടി. യൂണിവേഴ്സിറ്റി ഓഫ് മുംബൈയിൽ നിന്ന് നിയമപഠനം പൂർത്തിയാക്കി. വിശാലമായ പഠനങ്ങളും വൈവിധ്യമാർന്ന കഴിവുകളും ആത്മീയവും പ്രായോഗികവുമായ നേതൃത്വത്തിന് അടിത്തറയായി. ഇങ്ങനെ അറിവിൻ്റെയും ആത്മീയതയുടെയും സമന്വയം അദ്ദേഹത്തിൻ്റെ സേവനത്തിനൊരു കരുത്തായി മാറി. ശുശ്രൂഷ മേഖലയും ദൈവാനുഗ്രഹങ്ങളും. സ്നേഹസേനയുടെ ഡയറക്ടറായും എഡിറ്ററായും പ്രവർത്തിച്ചു. ശാന്തിനിലയം ജെസ്യൂട്ട് കമ്മ്യൂണിറ്റിയുടെ ലീഡറായും പ്രവർത്തിച്ചു. ലയോള സ്ഥാപനങ്ങളുടെ മിനിസ്റ്ററായും ട്രഷററായും 3 വർഷം ഹോസ്റ്റൽ വാർഡനായും സേവനം നൽകി. നോൺ ടീച്ചിങ് സ്റ്റാഫിൻ്റെ തൊഴിലാളി പ്രശ്നങ്ങളും സമരങ്ങളും സമാധാനപരമായി തീർപ്പാക്കി. വെള്ളരിക്കുണ്ടിലുള്ള വിമല എസ്റ്റേറ്റിൽ മാനേജറായും കമ്മ്യൂണിറ്റി ലീഡറായും പ്രവർത്തിച്ചു. കാര്യം, ചെമ്പഞ്ചേരി എന്നീ പാരിഷുകളിൽ അസിസ്റ്റന്റ് പാരിഷ് പ്രീസ്റ്റായി സേവനം ചെയ്തു. ട്രേഡ് യൂണിയനും മാനേജ്മെന്റും തമ്മിൽ സൗഹൃദ ബന്ധം സ്ഥാപിച്ച് 450 ഏക്കർ കൃഷിയോഗ്യ ഭൂമി വികസിപ്പിച്ചു. പിന്നീട് അവിടെ ഉണ്ടായിരുന്ന 10 വർഷത്തെ മാനേജ്മെന്റ് കാലത്ത് തൊഴിലാളി സമരം ഒന്നും ഉണ്ടായില്ല. പ്രൊവിൻഷ്യലിന്റെ സോസിയസായി 4 വർഷവും പ്രൊവിൻസ് ട്രഷററായി 12 വർഷവും പ്രവർത്തിച്ചു. ഇംഗ്ലണ്ടിൽ 3 വർഷം ഇമിഗ്രൻസിന്റെ ചാപ്ലിനായും സേവനം നൽകി. സെന്റ് സേവിയർ കോളേജ് തുമ്പയുടെ മിനിസ്റ്ററായും ബർസറായും വർക്ക് ചെയ്തു. ബാംഗ്ലൂരിലെ ഇന്ത്യൻ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ അഡ്മിനിസ്ട്രേറ്ററായും ചുമതല വഹിച്ചു. പ്രൊവിൻസിന്റെ ഇൻഫർമേറിയനായും 6 വർഷം സേവനം നൽകി. ഇപ്പോൾ തിരുവനന്തപുരത്തുള്ള ലയോള സ്കൂളിന്റെ ബർസറായി പ്രവർത്തിക്കുന്നു. പൗരോഹിത്യ ജീവിത വീഥികളിൽ 50 വർഷത്തെ പുരോഹിത ജീവിതത്തിൽ അദ്ദേഹം ദൈവത്തിനും മനുഷ്യർക്കും വേണ്ടി അർപ്പണബോധത്തോടെ ജീവിച്ചു. വിദ്യാഭ്യാസം, സാമ്പത്തിക സംവിധാനം, സാമൂഹിക ഇടപെടൽ, ആത്മീയ പരിപാലനം തുടങ്ങി പല മേഖലകളിലും തന്റെ സമർപ്പണം തെളിയിച്ചു. ഗ്രാമീണ പാതകളിൽ നിന്ന് അന്താരാഷ്ട്ര വേദികളിലേക്ക് അദ്ദേഹത്തിന്റെ നേതൃത്വവും സേവനവും വ്യാപിച്ചു. തന്റെ ജീവിതത്തിൽ സ്ഥിരതയും വിശ്വാസവും ഒരിക്കലും വിട്ടുമാറിയില്ല. അദ്ദേഹം ജീവിതത്തിലൂടെ സേവനമാണ് യഥാർത്ഥ മഹത്വം എന്ന സന്ദേശം നൽകി. ജോസഫിന്റെ ഈ യാത്രയിൽ ഓരോ ചുവടും ദൈവിക വിളിക്കുള്ള മറുപടിയായിരുന്നു. ജോണിച്ചന്റെ ദൈവവിളിയുടെ പാതകൾ. ജോണിച്ചൻ 1955 മാർച്ച് 4 തൃശൂർ ഗവൺമെന്റ് ആശുപത്രിയിൽ ജനിച്ചു. മാമോദീസ 1955 മാർച്ച് 9 തൃശൂർ പുത്തൻപള്ളിയിൽ നടന്നു. പഠനം മരോട്ടിച്ചാൽ, വരന്തരപ്പള്ളി, പള്ളിക്കുന്ന് എന്നിവിടങ്ങളിൽ പൂർത്തിയാക്കി. 17ാം വയസ്സിൽ മുക്കന്തൂർ മൈനർ സെമിനാരിയിൽ ചേർന്നു. തുടർന്നുള്ള കാലഘട്ടം മുക്കന്തൂർ CST നൊവീഷ്യേറ്റിൽ ചിലവഴിച്ചു. മെയ് 17, 1975 ആദ്യ വ്രതവാഗ്ദാനം നടത്തി. സന്യാസ പരിശീലനവും അർപ്പണ ജീവിതവും.
20-ാം വയസ്സിൽ തൃക്കാക്കര ജനറലേറ്റ് സഭ തുടങ്ങിയ ഫാദർ ബേസിലിയൂസ് പനത്തൂനൊപ്പം സഹായ ശുശ്രൂഷയിൽ ഏർപ്പെട്ടു. 1976 മുതൽ 1978 വരെയുള്ള കാലഘട്ടത്തിൽ ITI ഫിറ്റർ ട്രേഡ് ആലുവയിൽ പഠിച്ചു. 1978 CST സഭ വിഭജിച്ചതിന് ശേഷം കൽക്കട്ട ഡോൺ ബോസ്കോ സ്ഥാപനത്തിൽ ഇംഗ്ലീഷ് പഠനം തുടങ്ങി. 1980 ജനുവരിയിൽ ബാൻഡൽ സെമിനാരിയിൽ ചേർന്നു. തുടർന്ന് SDB നോവിഷ്യേറ്റിലും സലേഷ്യൻ ബ്രദർഹുഡിലേക്കുള്ള പഠനം തുടർന്നു. ദൈവശുശ്രൂഷയും പ്രേക്ഷിത മേഖലയും 1983 മുതൽ 1987 വരെയുള്ള കാലഘട്ടത്തിൽ സലേഷ്യൻ റീജൻസി പ്രായോഗിക പരിശീലനവും മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ടെക്നീഷ്യനുള്ള പഠനവും മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ ഡിപ്ലോമയും ഡോൺ ബോസ്കോ ലിലുവയിൽ നിന്ന് നേടി. 1987 ജനുവരി മുതൽ ജൂൺ വരെ ശാശ്വത വ്രതത്തിനുള്ള ഒരുക്കം നടത്തി. 1987 മെയ് 9 ശാശ്വത വ്രതം ഡോൺ ബോസ്കോ വടതല കൊച്ചിയിൽ നിന്ന് നേടി. തുടർന്ന് പ്രത്യേക തിയോളജി കോഴ്സ് പൂർത്തിയാക്കി. ഡോൺ ബോസ്കോ പാർക്ക് സർക്കസിൽ അസിസ്റ്റന്റ് പ്രിൻസിപ്പൽ ആൻഡ് സൂപ്പറിൻറ്റൻഡന്റ് ആയി 9 വർഷം സേവനം ചെയ്തു. 1997 ജൂണിൽ ആരംഭിച്ച് 1998 ജൂൺ വരെ ജോണിച്ചൻ AVP കർമ്മലാരം OCD ബാംഗ്ലൂരിൽ പ്രത്യേക ആത്മീയ പരിശീലന കോഴ്സ് പൂർത്തിയാക്കി. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ നേതൃത്വം 1998 ജൂൺ മുതൽ 2001 വരെ ജോണിച്ചൻ വിദ്യാനികേതനിൽ ഡീൻ ഓഫ് സ്റ്റഡീസായി സേവനമനുഷ്ഠിച്ചു. ഈ കാലത്ത് സലേഷ്യൻ ബ്രദേഴ്സിനുള്ള പ്രത്യേക പരിശീലനം നേടി. 2001 മുതൽ 2003 വരെ ഡോൺ ബോസ്കോ സെൽഫ് എംപ്ലോയ്മെൻറ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ അസിസ്റ്റന്റ് ഡയറക്ടർ, പ്രീഫെക്റ്റ് ഓഫ് സ്റ്റഡീസ്, ബോർഡിംഗ് ഇൻചാർജായി നമ്മുടെ സ്വന്തം ബ്രദർ മാത്യുവിനൊപ്പം സേവനമനുഷ്ഠിച്ചു. 2003 ഡോൺ ബോസ്കോ ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് കലിംപോങ് സ്ഥാപിച്ചു. അവിടെ ഡയറക്ടറായി 2009 വരെ പ്രവർത്തിച്ചു. ഡോൺ ബോസ്കോ ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ലില്ലുവയിൽ അസിസ്റ്റന്റ് സൂപ്രണ്ടൻ്റായി, ബോർഡിംഗ് ഇൻചാർജായി, നൈറ്റ് സ്കൂൾ ഇൻചാർജായും സേവനമനുഷ്ഠിച്ചു. ഉത്തരവാദിത്തങ്ങളും സംഭാവനകളും 2011 ജാർഖണ്ഡിലെ ദുംകയിൽ വൊക്കേഷണൽ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആരംഭിച്ചു. PDSC അതായത് പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് ആൻഡ് സ്പോക്കൺ ഇംഗ്ലീഷ് തുടങ്ങി. 2016 കലിംപോങ്ങിൽ തിരിച്ചെത്തി. 2019 DB സെറിയിൽ നമ്മുടെ ബ്രദർ മാത്യുവിൻ്റെ സ്ഥാനം ഏറ്റെടുത്തു. 2021 മുതൽ 2025 ജൂൺ വരെ അസിംഗാങ് സാവ്യോ ഭവനിൽ പ്രീ നോവീഷ്യേറ്റിൻ്റെ ബർസറായും ട്രഷററായും സേവനമനുഷ്ഠിച്ചു. 2025 കാത്തലിക് ചർച്ച് പാൽസോണ്ടയിൽ സേവനം ആരംഭിച്ചു. ജോണിച്ചൻ 50 വർഷത്തിലധികം വിദ്യാഭ്യാസം, പരിശീലനം, ആത്മീയ സേവനം നടത്തി. വിവിധ സലേഷ്യൻ സ്ഥാപനങ്ങളിൽ നേതൃത്വം വഹിച്ചു. ടെക്നിക്കൽ എഡ്യൂക്കേഷൻ, പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ്, സ്പിരിച്വൽ ഫോർമേഷൻ എന്നിവയിൽ പ്രത്യേക ശ്രദ്ധ നൽകി. സന്യാസ ജീവിത അനുഭവങ്ങൾ അദ്ദേഹത്തെ സ്പിരിച്വലി സമ്പന്നനാക്കി. ജീവിതം കോൺഗ്രിഗേഷനും സമൂഹത്തിനും സമർപ്പിച്ചു. ജോസഫിനും ജോണിച്ചനും സമൂഹത്തിനും സഭയ്ക്കും ജീവിതം സമർപ്പിച്ചിരുന്നെങ്കിലും കുടുംബബന്ധം ഒരിക്കലും വിട്ടുകളഞ്ഞില്ല. ജീവിതത്തിൽ ഇരുവരും കുടുംബബന്ധത്തെയും സേവനത്തെയും ഒരുമിപ്പിച്ചു. ആത്മീയ സേവനവും വ്യക്തിപരമായ ബന്ധങ്ങൾക്കും ഒരേപോലെ പ്രാധാന്യം നൽകി. ജീവിതകഥ അവരെ ഇന്നും ബന്ധിപ്പിക്കുന്നു.